നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചർ ദിവംഗതയായപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു പ്രിയ ശിഷ്യ വിട്ട ഒരു അനുഭവം അതെന്നെ ഏറെ സ്പർശിക്കുകയുണ്ടായി. ഈ ടീച്ചർ പറഞ്ഞത്രേ, നാം ജോലി ചെയ്യുന്ന സമയത്ത് അത് ബക്കറ്റിലെ വെള്ളം പോലെയാണ്. നമ്മളുടെ ഒരു കൈ വെള്ളം കൂടെ ആ ബക്കറ്റിൽ എന്തായാലും കൊള്ളും. അതുകൊണ്ട് നമ്മുടെ സർവീസ് എന്തായാലും അവിടെ പ്രയോജനപ്പെടും. അതേസമയം നമ്മൾ ആ കയ്യിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബക്കറ്റിൽ ആ വെള്ളം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ലെവലിൽ വലിയ വ്യത്യാസമുണ്ടായതായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. ടീച്ചർ തുടർന്നു അത്രേ, ആരും ഈ ലോകത്തിലും ഒരു ജോലിയിലും അനിവാര്യരല്ല. കാരണം നാം ഇല്ലെങ്കിലും ആ ജോലിയും ആ സ്ഥാപനവും എല്ലാം ഓടിക്കൊണ്ടേയിരിക്കും. ടീച്ചർ തുടർന്നു, നിങ്ങളുടെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് ജോലി ചെയ്ത് വീട് വയ്ക്കാനും വാഹനങ്ങൾ വാങ്ങാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കെയുള്ള പരാക്രമത്തിലും തന്ത്രപ്പാടിലും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാറേയില്ല. ജോലി തന്നെ മുഖ്യം എന്ന് വെച്ച് കഴിയുന്ന എന്തുമാത്രം ആളുകളുണ്ട്. നമ്മളുടെ സർവീസ് അവിടെ കൊടുക്കണം. അതേസമയം നാം ഇല്ലെങ്കിലും ആ സ്ഥാപനം ഒരു കുഴപ്പവും കൂടാതെ മുന്നോട്ട് പോകും എന്നും നാം ധരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേടുക തന്നെ വേണം. കുടുംബത്തിലും നമുക്കൊരു ചിന്തയുണ്ട്, നമ്മളില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളില്ലാതായാലും അടുത്ത ദിവസം ഈ കുടുംബം അതുപോലെ തന്നെ മുന്നോട്ട് പോകും, അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതൊഴിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തിടെ 2 വർഷമായി റിട്ടയർ ചെയ്ത ഒരു ചേച്ചിയോട് സംസാരിക്കുകയുണ്ടായി. ചേച്ചി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു കാശ്മീർ പോയി ഒന്ന് കാണണം. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെയല്ലേ ആ സ്ഥലത്തെപ്പറ്റി പറയാറ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ജോലി ഉണ്ടായിരുന്നല്ലോ, സമ്പാദ്യം ഉണ്ടായിരുന്നല്ലോ, പോയി കാണാൻ സാധിച്ചില്ലേ? ചേച്ചി പറഞ്ഞു, എങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങും? ഒരു ദിവസം പോലും നമുക്ക് അവിടുന്ന് ഒഴിവാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് സ്ഥലങ്ങളെല്ലാം പോയി കാണാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ദിവസം ഒരു നെഞ്ചുവേദന വന്നു. ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ടിന് ലങ്സിന് ഒക്കെ പ്രശ്നമാണ്. ലോങ് ട്രാവൽ ഒഴിവാക്കണം, കട്ടിയുള്ള ജോലിയെല്ലാം ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നല്ലോ, ലീവ് എടുത്ത് പൊയ്ക്കൂടായിരുന്നോ? ലീവ് ഉണ്ടായിരുന്നു, പക്ഷേ ലീവൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ സർവീസിൽ. ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് അവിടം എന്ന് ചിന്തിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു? ചേച്ചി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനില്ലെങ്കിലും അവിടം നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച അനുഭവങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെയും കടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്നത് ശരിക്കും മണ്ടത്തരമല്ലേ? കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണണം, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും നിങ്ങളെ അതിന് അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ടുണ്ടാവും. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം ജോലി തിരക്കാണ്, കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല, റിട്ടയർ ചെയ്യട്ടെ, എല്ലാ കാര്യവും ചെയ്യാം. നമ്മളുടെ കയ്യിൽ നിശ്ചിതമല്ലാതിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് സ്വപ്നങ്ങൾ കൊണ്ടുപോകാതെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന് ബുദ്ധിപരമായും ഒന്ന് ഇമോഷണലായും ചിന്തിക്കാം. ബുദ്ധിപരമായി ചിന്തിക്കുക, ആരും ഈ ലോകത്തിൽ അനിവാര്യരല്ല.
ഒരു പ്രധാനമന്ത്രി ഇല്ലാതായാൽ അടുത്ത പ്രധാനമന്ത്രി വരും. നിങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമേ ഈ ലോകത്തിലുള്ളൂ എന്ന് ചിന്തിക്കാനും അർഹമായ സ്ഥലത്ത് നിങ്ങളുടെ സർവീസ് ബക്കറ്റിലെ വെള്ളം പോലെ ഇട്ട് കൊടുക്കാനും, എന്നാൽ ആ കൈ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആകും നിങ്ങളുടെ എല്ലാ ജോലിയും, അത് കുടുംബത്തിലെ ആണെങ്കിലും നിങ്ങളുടെ ഔദ്യോഗികമാണെങ്കിലും എന്ന് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായി ഇത് മാറട്ടെ. അർഹമായ കാലത്തിലും സമയത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പ്രചോദകമായ ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി.